മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ലാലേട്ടന്റെ കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആ കഥാപാത്രത്തെ കുറച്ചുകൂടി ആൾക്കാർ എന്താ പറയാ, ലാലേട്ടന് ഒരു അക്സെപ്റ്റൻസ് ലാസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ ആ നായകൻ അങ്ങനെ അവസാനിക്കുന്നത് കൊണ്ട്. അതെ അതെ, അല്ല അത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാനൊരു എൻ്റെ ആദ്യത്തെ പടം ഒരു രാഗം ഒരു റൊമാൻറ്റിക് സ്റ്റോറി ആയിരുന്നു. പിന്നെ മഞ്ഞിലിരിഞ്ഞ പൂക്കൾ വന്നപ്പോഴും ഞാൻ അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നു. റൊമാൻറ്റിക് സ്റ്റൈലാണല്ലോ അത്. അപ്പം ആ കാലത്ത് റൊമാൻസിനൊരു നല്ല ഉള്ളൊരു സമയമായിരുന്നു. ഇതെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് വില്ലൻ വേഷങ്ങൾ ഇഷ്ടമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും അതിനകത്ത്. അധിക ആർട്ടിസ്റ്റുകളോട് ചോദിച്ചാൽ അവർക്കൊക്കെ വില്ലൻ വേഷങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇപ്പൊ റൊമാൻറ്റിക് ചെയ്തവർക്ക് ശരിക്കും റൊമാൻറ്റിക് ഹീറോ എന്ന് വിളിക്കുന്നത് തന്നെ ഇഷ്ടമല്ല. സാറിന് എപ്പോഴെങ്കിലും അതൊരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ, റൊമാൻറ്റിക് ഹീറോ എന്ന് തന്നെ അഭിസംബോധന ചെയ്യുന്നത്? എപ്പോഴും അങ്ങനെ ആൾക്കാർ വിളിക്കുന്നത്. റൊമാൻസ് എന്ന് പറയുന്നത് മോശമൊന്നുമല്ല. ബിക്കോസ് എത്രയോ എല്ലാവരും റൊമാൻസ് ചെയ്ത് കടന്നു വന്നിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ പക്ഷെ അതല്ല, നമുക്ക് ഒരു നല്ല ഒരു ആക്ടർ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. നല്ല ആക്ടർ അല്ല. പക്ഷെ ഈ റൊമാൻറ്റിക് ഹീറോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല. ഇപ്പോഴും അങ്ങനെ മാറാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു റൊമാൻറ്റിക് ഹീറോ ആയതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാരുടെ ഉള്ളിൽ സ്ഥാനം കിട്ടുന്നത് അല്ലേ? അത് ഒരു ആൾക്കാർക്ക് അന്ന് ആ കാലഘട്ടത്തിൽ എൻ്റെ സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇപ്പോഴും എന്നോട് വലിയ തന്നെയാണ്.